നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം, പറ്റുമെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കാമോ? എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ആപ്പിൾ, നല്ല ചുവന്നൊരു ആപ്പിൾ കാണാൻ ശ്രമിക്കൂ. കാണുന്നുണ്ടോ? അതിൻ്റെ ഒരു തിളക്കം, തണ്ട്, ചിലപ്പോൾ ഒരു ഇലയൊക്കെ കാണുമായിരിക്കും. എത്രത്തോളം വ്യക്തമാണ് ആ ചിത്രം? ഒരു ഫോട്ടോ പോലെയാണോ? അതോ വെറും ഒരു മങ്ങിയ രൂപം മാത്രമാണോ? ശരി, ഇനി കണ്ണു തുറന്നോളൂ. നിങ്ങളിൽ മിക്കവർക്കും ഒരു ചിത്രം കിട്ടിക്കാണും, അല്ലേ? എന്നാൽ ലോകത്തിലെ കുറച്ചു ശതമാനം ആളുകൾക്ക് ഈ ചോദ്യം തന്നെ അർത്ഥമില്ലാത്ത ഒന്നാണ്. കാരണം അവർ കണ്ണടച്ചാൽ കാണുന്നത് ഇരുട്ട് മാത്രമായിരിക്കും. മനസ്സിൽ ഒരു ചിത്രം കാണുക എന്ന ആശയം തന്നെ അവർക്ക് ചിലപ്പോൾ പുതിയതായിരിക്കും. ഈ അവസ്ഥയുടെ പേരാണ് അഫൻഡേഷ്യ, അല്ലെങ്കിൽ മനസ്സിൻ്റെ അന്ധത. ഇന്ന് നമ്മൾ ഇതേക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് കിം സാരൻസ് എന്നൊരു പ്രൊഫസർ എഴുതിയ ലേഖനമാണ്. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വയം ഈ അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു തിയറിയല്ല, ശരിക്കും ഒരു ജീവിതാനുഭവമാണ്. അപ്പോൾ എന്താണ് ഈ അവസ്ഥ? മനസ്സിൽ സിനിമ കാണാൻ കഴിയാത്തൊരാൾക്ക് എങ്ങനെയാണ് ഈ ഫാന്റസി പുസ്തകങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയുക? ഭാവനയെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന പലതിനെയും ഇത് ചോദ്യം ചെയ്യുന്നുണ്ടോ? നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഈ അഫൻഡേഷ്യ? 2015 ആദം സെമാൻ എന്നൊരു ന്യൂറോളജിസ്റ്റാണ് ഈ പേര് ആദ്യമായി ഉപയോഗിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ മനസ്സിൽ സ്വമേധയാ ഒരു ചിത്രമുണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ആന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ആനയുടെ രൂപം വരും. പക്ഷേ അഫൻഡേഷ്യ ഉള്ള ഒരാൾക്ക് അവർക്ക് ആനയെക്കുറിച്ചുള്ള വിവരങ്ങളാവും ഓർമ്മ വരിക. അതെ, വലിയ മൃഗമാണ്, തുമ്പിക്കൈയുണ്ട്, കറുപ്പ് നിറമാണ്, പക്ഷെ ആ ചിത്രം മാത്രം വരില്ല. അതെ, ഇത് ശരിക്കും ഒരു സ്പെക്ട്രം പോലെയാണ്. ഒരു വശത്ത് ഈ പറയുന്ന അഫൻഡേഷ്യ, അതായത് സീറോ വിഷ്വലൈസേഷൻ, മറുവശത്ത് ഹൈപ്പർ ഫാന്റേസിയ എന്നൊരവസ്ഥയുണ്ട്. ഹൈപ്പർ ഫാന്റസിയ ശരിക്കും വ്യക്തമായി കാര്യങ്ങൾ മനസ്സിൽ കാണാൻ പറ്റും. നമ്മളിൽ ഭൂരിഭാഗം പേരും ഇതിന് രണ്ടിനും ഇടയിലായിരിക്കും. ചിലർക്ക് മങ്ങിയ ചിത്രങ്ങൾ, ചിലർക്ക് കുറച്ചുകൂടി വ്യക്തമായവ. അപ്പോൾ വായനയുടെ കാര്യം വരുമ്പം ഈ വ്യത്യാസം വളരെ വലുതാണ്. അത് ശരിയാണ്. കിം സാരൻസിന്റെ അനുഭവം കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. അവർ പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ പോലുള്ള പുസ്തകങ്ങൾ അവരുടെ ഫേവറേറ്റ് ആയിരുന്നുവെന്ന്. പക്ഷേ ആ മഞ്ഞുമൂടിയ നാർണിയ അന്ന ലോകമോ അസ്ലാൻ എന്ന സിംഹത്തെയോ കഥാപാത്രങ്ങളെയോ ഒന്നും അവർ മനസ്സിൽ കണ്ടിരുന്നില്ല. എനിക്കിത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മളൊക്കെ ഒരു പുസ്തകം വായിക്കുന്നതന്നെ മനസ്സിലൊരു സിനിമ കാണാനല്ലേ? അതെ. ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനൊരു ലോകത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്? അവിടെയാണ് നമ്മൾ ഭാവനയെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ തിരുത്തേണ്ടി വരുന്നത്. അഫൻറ്റേസിയ ഉള്ളവർ കഥകൾ അനുഭവിക്കുന്നത് ചിത്രങ്ങളിലൂടെയല്ല, പിന്നെങ്ങനെയാണ്? മറിച്ച് ആശയങ്ങൾ, വികാരങ്ങൾ, ബന്ധങ്ങൾ എന്നിവയിലൂടെയാണ്. അവരൊരു പുസ്തകം വായിക്കുമ്പോൾ തലച്ചോറ് വാക്കുകളെ ചിത്രങ്ങളാക്കി മാറ്റുകയല്ല ചെയ്യുന്നത്. പകരം ആ വാക്കുകളെ മറ്റു വാക്കുകളുമായും ആശയങ്ങളുമായും ഓർമ്മകളുമായുമൊക്കെ ബന്ധിപ്പിക്കുകയാണ്. ലേഖനത്തിൽ പറയുന്ന ഒരു ഉദാഹരണം വളരെ രസകരമാണ്. എന്താണത്? J.R.R. ടോൾക്കിൻ ഒരു പച്ച സൂര്യനെക്കുറിച്ച് എഴുതുന്നു എന്ന് കരുതുക. നമ്മളിൽ പലരും ഒരു പച്ച നിറമുള്ള സൂര്യനെ സങ്കൽപ്പിക്കാൻ ശ്രമിക്കും, അല്ലേ? അതെ, തീർച്ചയായും. എന്നാൽ കിം സാരൻസിനെ പോലൊരാളുടെ മനസ്സിൽ വരുന്നത് ഒരുപക്ഷെ ഡോക്ടർ സ്യൂസിന്റെ ഗ്രീൻ എഗ്സ് ആൻഡ് ഹാം എന്ന കുട്ടികളുടെ പുസ്തകത്തിന്റെ പേരായിരിക്കാം. ഓ, അങ്ങനെയൊരു കണക്ഷൻ. അതെ, കണ്ടോ വ്യത്യാസം? ഒരിടത്ത് വാക്ക് ചിത്രമാകുന്നു, മറ്റൊരിടത്ത് വാക്ക് മറ്റൊരാശയത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തന്നെയാവാം ടോൾക്കിന്റെ പുസ്തകങ്ങളിലെ പ്രകൃതിയെക്കുറിച്ചൊക്കെയുള്ള നീണ്ട വിവരണങ്ങൾ അവർക്ക് വിരസമായി തോന്നുന്നത്. ലേഖനത്തിൽ അവർ പറയുന്നുണ്ട്, അത്തരം ഭാഗങ്ങൾ അവർ സ്കിപ്പ് ചെയ്ത് വായിക്കുമായിരുന്നു എന്ന്. ശരിയാണ്. കാരണം ആ വാക്കുകൾ അവരുടെ മനസ്സിൽ ഒരു ചിത്രമുണ്ടാക്കുന്നില്ല. അപ്പോൾ ആ വിവരണങ്ങൾക്കൊരു ലക്ഷ്യമില്ലാതെ പോകുന്നു. അത് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ അവർക്കത് വെറും വാക്കുകളുടെ ഒരു കൂട്ടം മാത്രമാണ്. ശരി, അപ്പൊ ഇവിടെയാണ് എന്റെ പ്രധാന സംശയം വരുന്നത്. ഈ ഫാന്റസി, സയൻസ് ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇത്തരം സാങ്കല്പിക ലോകങ്ങളാണല്ലോ അതിന്റെ ഒരു മെയിൻ ആകർഷണം. അതെ. പുതിയ ഗ്രഹങ്ങൾ, അത്ഭുത ജീവികൾ, മാന്ത്രിക ലോകങ്ങൾ, ഇതൊന്നും മനസ്സിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് ഇവർക്ക് ഇത്തരം പുസ്തകങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നത്? അതേതാണ്ട് സംഗീതം കേൾക്കാൻ പറ്റാത്ത ഒരാൾ ഒരു കച്ചേരിക്ക് പോകുന്നത് പോലെയല്ലേ? ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നാം, പക്ഷെ സത്യം അതല്ല. അവർക്ക് ഈ പുസ്തകങ്ങൾ ആസ്വദിക്കാൻ കഴിയും, ഒരുപക്ഷെ നമ്മളെക്കാൾ വ്യത്യസ്തമായ, എന്നാൽ അത്ര തന്നെ ആഴത്തിലുള്ളൊരു തലത്തിൽ. അതെങ്ങനെയാണ്? തമ്മിലുള്ള ബന്ധങ്ങളിലുമാണ്. ഒരു സ്ഥലത്തിന്റെ ഭംഗിയേക്കാൾ ആ സ്ഥലമുണ്ടാക്കുന്ന അന്തരീക്ഷം, ആ ഒരു ഫീൽ അവർക്ക് അനുഭവിക്കാൻ പറ്റും.
ഒരു വിജനമായ ഗ്രഹത്തിലെ ഏകാന്തത, ഒരു യുദ്ധരംഗത്തിലെ പിരിമുറുക്കം, ഒരു കഥാപാത്രത്തിന്റെ നിസ്സഹായത, ഇതൊക്കെ അനുഭവിക്കാൻ നമുക്ക് ചിത്രങ്ങൾ വേണമെന്നില്ല. അതിനൊരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ലേഖനത്തിൽ പറയുന്ന തത്വചിന്തകനായ ഡെറക് പാർഫറ്റിന്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹത്തിന് അഫന്റേസിയ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയം സയൻസ് ഫിക്ഷൻ ആയിരുന്നു. ഓ, അദ്ദേഹം സയൻസ് ഫിക്ഷൻ കഥകൾ ഉപയോഗിച്ചത് അതിലെ ചിന്താ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയായിരുന്നു. തോട്ട് എക്സ്പെരിമെന്റ്സ്? അതെ. ഉദാഹരണത്തിന് സ്റ്റാർ ട്രെക്കിലെ ടെലിപ്പോർട്ടേഷൻ. അത് കാണാൻ എങ്ങനെയിരിക്കും എന്നതിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ താൽപ്പര്യം. മറിച്ച് ഒരാളെ ഒരിടത്ത് വിഘടിപ്പിച്ച് മറ്റൊരിടത്ത് പുനഃസൃഷ്ടിക്കുമ്പോൾ അത് ഒരേ ആൾ തന്നെയാണോ, അതോ അയാളുടെ ഒരു കോപ്പിയാണോ? വ്യക്തിത്വം, സ്വത്വം പോലുള്ള വലിയ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അദ്ദേഹം ആ കഥകളെ ഉപയോഗിച്ചത്. കൊള്ളാം. അത് വേറൊരു കാഴ്ചപ്പാടാണ്. കിം സാരൻസ് അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നാർണിയയുടെ ഓഡിയോ ബുക്കുകൾ കേൾക്കുമ്പോൾ അവരെ ആകർഷിച്ചത് കഥയിലെ ദൃശ്യങ്ങളായിരുന്നില്ല, മറിച്ച് ഭാഷയുടെ സംഗീതം. ഓരോ കഥാപാത്രത്തിനും കൊടുക്കുന്ന വ്യത്യസ്ത ശബ്ദങ്ങൾ, പശ്ചാത്തല സംഗീതം, ഇതൊക്കെയായിരുന്നു എന്ന്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഭാഷയ്ക്ക് സ്വയം ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിയും. അതെ. അതിന് എപ്പോഴും വിഷ്വൽസിന്റെ സഹായം വേണ്ട. ഒരു വാചകത്തിന്റെ താളം മതി ചിലപ്പോൾ നമ്മളെ മറ്റൊരു ലോകത്തെത്തിക്കാൻ. എക്സാക്ട്ലി. ഒരു രംഗം വിഷാദപൂർണമായിരുന്നു എന്നെഴുതുമ്പോൾ ആ വിഷാദം അനുഭവിക്കാൻ നമുക്ക് ആ മുറിയുടെ ചിത്രം കാണണമെന്നില്ല. ആ വാക്ക് തന്നെ ആ വികാരം നമ്മളിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ അവസ്ഥയുള്ളവർക്ക് വായിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ കിം സാരൻസ് അവിടെ നിർത്തിയില്ല. ഒരു പടി കൂടി കടന്ന് എഴുത്തുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ എല്ലാത്തരം വായനക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെ എഴുതാം എന്നതിന് അവർ ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ 2 വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ. എഴുത്തുകാർ ഇങ്ങനെയുള്ള ചെറിയൊരു വിഭാഗത്തിനു വേണ്ടി എഴുതേണ്ട ആവശ്യമുണ്ടോ? അവർ പൊതുവായ വായനക്കാരെ ലക്ഷ്യം വെച്ചാൽ പോരെ? നല്ല ചോദ്യം. പക്ഷേ സാരൻസ് പറയുന്നത് ഈ നിർദ്ദേശങ്ങൾ അഫന്റേഷ്യയുള്ളവർക്ക് മാത്രമല്ല, സത്യത്തിൽ എല്ലാ വായനക്കാർക്കും ഗുണം ചെയ്യുമെന്നാണ്. ഓ, അതെങ്ങനെ? അതെങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നിർദ്ദേശത്തെ അവർ പറയുന്നത് ബ്രെഡ് ക്രംബ് വിവരണങ്ങൾ എന്നാണ്. ബ്രെഡ് ക്രംബ്? അതായത് ഒരു കഥയിലെ പുതിയൊരു ലോകത്തെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ ഒറ്റയടിക്ക് ഒരു വലിയ പാരഗ്രാഫിൽ വിവരിക്കുന്നതിന് പകരം ചെറിയ ചെറിയ കഷണങ്ങളായി കഥ മുന്നോട്ടു പോകുന്നതിനനുസരിച്ച് നൽകുക. ഒരു ട്രെയിൽ പോലെ അല്ലേ? അതെ. ഹാൻസലും ഗ്രെറ്റലും കാട്ടിൽ വഴിതെറ്റാതിരിക്കാൻ ബ്രെഡ് കഷ്ണങ്ങൾ ഇട്ടുപോയതുപോലെ. നാർണിയയിലെ ഉദാഹരണം തന്നെ നോക്കൂ. ലൂസി വാർഡ്രോബിലൂടെ ആദ്യം കാണുന്നത് മഞ്ഞാണ്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു വിളക്കുകാൽ കാണുന്നു. അതിനടുത്തു വെച്ചാണ് മിസ്റ്റർ ടംനെസ് എന്ന അത്ഭുതജീവിയെ കാണുന്നത്. ഇങ്ങനെ ഓരോന്നായി അവതരിപ്പിക്കുമ്പോൾ വായനക്കാരൻ ആ ലോകം ഒറ്റയടിക്ക് കാണുകയല്ല, മറിച്ച് കഥാപാത്രത്തോടൊപ്പം പതിയെ പതിയെ കണ്ടെത്തുകയാണ്. ഈ വിളക്കുകാൽ, മിസ്റ്റർ ടംനെസ് പോലുള്ള ഓരോ പോയിന്റിനെയും സാരൻസ് ഫോക്കലൈസറുകൾ എന്ന് വിളിക്കുന്നു. അവ വിവരണങ്ങൾക്ക് ഒരു അടിത്തറ നൽകുന്നു. അതൊരു നല്ല പോയിന്റാണ്. കാരണം ഒറ്റയടിക്ക് ഒരുപാട് വിവരങ്ങൾ തന്നാല് അതാർക്കും ഓർമ്മയിൽ വെക്കാൻ പറ്റില്ല. നമ്മൾ ഒരു പുതിയ നഗരത്തിൽ പോകുമ്പോൾ ആദ്യം അവിടുത്തെ പ്രധാനപ്പെട്ട 1-2 സ്ഥലങ്ങളല്ലേ ശ്രദ്ധിക്കുന്നത്? അതെ, ലാൻഡ്മാർക്കുകൾ. അല്ലാതെ ആ നഗരത്തിന്റെ മുഴുവൻ മാപ്പും ഒറ്റയടിക്ക് മനസ്സിൽ കയറ്റാൻ ശ്രമിക്കാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് വായനയിലും. ഈ രീതി വായനയെ കൂടുതൽ സ്വാഭാവികവും ആസ്വാദ്യകരവുമാക്കും. ഇനി രണ്ടാമത്തെ നിർദ്ദേശം, ഇതെനിക്ക് വളരെ പ്രധാനപ്പെട്ടതായി തോന്നി. വഴികാട്ടുന്ന വ്യാഖ്യാനങ്ങളും കഥാപാത്രങ്ങളുടെ പ്രതികരണങ്ങളും. എഴുത്തിന്റെ ലോകത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു നിയമമുണ്ട്: ഷോ ഡോണ്ട് ടെൽ. അതെ, അതായത് ഒരു കഥാപാത്രത്തിന് ദേഷ്യം വന്നു എന്ന് പറയരുത്. പകരം അയാളുടെ മുഖം ചുവന്നതും മുഷ്ടി ചുരുട്ടിയതും കാണിച്ച് അത് മനസ്സിലാക്കി കൊടുക്കണം. അതെ, അതൊരു അടിസ്ഥാന നിയമമായാണ് കണക്കാക്കുന്നത്. എന്നാൽ സാരിൻസ് പറയുന്നു ഈ നിയമം ചിലപ്പോഴത്ര നല്ലതല്ല എന്ന്. കാരണം ദൃശ്യപരമായ സൂചനകൾ മനസ്സിലാക്കാൻ കഴിയാത്തൊരാൾക്ക് കഥാപാത്രത്തിന്റെ മുഖം ചുവന്നതുകൊണ്ടോ മുഷ്ടി ചുരുട്ടിയതുകൊണ്ടോ ഒന്നും മനസ്സിലാവില്ല. എന്നാൽ അയാൾക്ക് ദേഷ്യം വന്നു എന്ന് നേരിട്ട് പറഞ്ഞാൽ ആ വികാരം അവർക്ക് കൃത്യമായി കിട്ടും. ശരിയാണ്. അതുപോലെ ഒരു കോട്ടയെക്കുറിച്ച് ഒരുപാട് വിവരിക്കുന്നതിനൊപ്പം ആ കോട്ട ഭീതിപ്പെടുത്തുന്നതായിരുന്നു എന്ന് എഴുത്തുകാരൻ നേരിട്ട് പറഞ്ഞാൽ ചിത്രം മനസ്സിൽ വരാത്തൊരാൾക്കും ആ രംഗത്തിലെ അപകടം പിടികിട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഷോ ഡോണ്ട് ടെൽ എന്ന നിയമം ഒരു കേവല നിയമമായി കാണാതെ എപ്പോൾ ഉപയോഗിക്കണം എപ്പോൾ ഉപയോഗിക്കരുത് എന്ന് എഴുത്തുകാരൻ തിരിച്ചറിയണം. അതെ. വൈകാരികമായ വ്യക്തത ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ടെല്ലിംഗ് ഒരു മോശം കാര്യമല്ല. അത് വായനക്കാരനോടുള്ള ഒരു സഹായമാണ്. ഒരു രംഗത്തിന്റെ വൈകാരികമായ ഭൂപടം വരച്ചു കൊടുക്കുന്നത് പോലെയാണത്. ആ ഭൂപടം കിട്ടിയാൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്തവർക്കും ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റും. കൃത്യമായി. കിം സാരൻസിന്റെ ഒരു വാചകം എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അവർ പറയുന്നു, കഥാപാത്രങ്ങളുമായി ഒരു വൈകാരിക ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കഥയിൽ എവിടേക്ക് വേണമെങ്കിലും പോകാൻ ഞാൻ തയ്യാറാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഏറ്റവും വലിയ പാഠം പഠിക്കേണ്ടത്. ഒരു കഥയുടെ നട്ടെല്ല് എന്നത് അതിലെ ലോകത്തിന്റെ വിശദമായ വിവരണങ്ങളല്ല, മറിച്ച് വായനക്കാരനും കഥാപാത്രവും തമ്മിലുള്ള വൈകാരികമായ ബന്ധമാണ്. ശരിയാണ്. ആ ബന്ധം ശക്തമാണെങ്കിൽ വായനക്കാരൻ ആ ലോകം മനസ്സിൽ കണ്ടില്ലെങ്കിൽ പോലും കഥയിൽ ലയിച്ചു ചേരും. ഇതിനെ നമുക്കൊരു വലിയ ചിത്രത്തിലേക്ക് കൊണ്ടുപോയാൽ ഈ ചർച്ച അഫൻറ്റീഷ്യ എന്നൊരു അവസ്ഥയെക്കുറിച്ച് മാത്രമല്ല, ഭാവന, അതായത് ഇമാജിനേഷൻ എന്നതിനെക്കുറിച്ച് നമ്മൾ വെച്ചുപുലർത്തുന്ന സങ്കല്പങ്ങളെയാണ് ഇത് പൊഴിച്ചെഴുതുന്നത്. അതെ. ഭാവന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ചിത്രങ്ങളാണ്, വിഷ്വൽസ് ആണ്. എന്നാൽ ഭാവനയ്ക്ക് ആശയപരമായ, വൈകാരികമായ, ഭാഷാപരമായ, എന്തിന് ശബ്ദങ്ങളുമായി ബന്ധപ്പെട്ട തലങ്ങൾ വരെയുണ്ട്. വിഷ്വൽ എന്നത് അതിലെ ഒരു ഭാഗം മാത്രമാണ്. അതെ. ഇവിടെയാണ് സാഹിത്യത്തിലെ പ്രാതിനിധ്യം, അതായത് റെപ്രസെന്റേഷൻ എന്ന വിഷയം വരുന്നത്. ഓട്ടിസം, സിനസ്തേഷ്യ പോലുള്ള മറ്റ് ന്യൂറോഡൈവർജന്റ് അവസ്ഥകളെക്കുറിച്ചുള്ള കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ സാഹിത്യത്തിൽ സാധാരണമായി വരുന്നുണ്ട്. പക്ഷേ അഫൻറ്റേസിയെക്കുറിച്ച് ആരും എഴുതി കാണാറില്ല. തന്റെ അവസ്ഥയുള്ള ഒരു കഥാപാത്രത്തെ ഒരു പുസ്തകത്തിൽ കാണാൻ കിം സാരൻസ് ആഗ്രഹിക്കുന്നു. ഇത്തരം കഥകൾ ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രമല്ല എന്നവരുടെ വാചകത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. തീർച്ചയായും. തങ്ങളെപ്പോലുള്ളവരുടെ അനുഭവം സാഹിത്യത്തിൽ പ്രതിഫലിച്ചു കാണാൻ ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട്. ഇതിനൊരു സാമൂഹിക പ്രസക്തി കൂടിയുണ്ട്. നമ്മുടെ തലച്ചോറുകൾ എത്ര വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് സമൂഹത്തിൽ കൂടുതൽ സഹിഷ്ണുതയും ക്ഷമയും വളർത്തും. ശരിയാണ്. ഒരാൾക്ക് നിങ്ങൾ പറയുന്ന ഒരു തമാശ മനസ്സിലാകാത്തത് അയാൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാവില്ല. ഒരുപക്ഷേ അയാളുടെ തലച്ചോറ് ആ ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് വേറൊരു രീതിയിലായതുകൊണ്ടാവാം. നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിൽ കാണാൻ പറ്റാത്തത് എന്ന ദേഷ്യത്തിനു പകരം നിങ്ങൾ ഇതെങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്ന ജിജ്ഞാസ വരും. ശരിയാണ്. മറ്റുള്ളവരുടെ ലോകം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാൻ സാഹിത്യം നമ്മളെ സഹായിക്കുന്നു. അവർക്ക് ലോകം കാണാൻ കണ്ണിലെ ചിത്രങ്ങളില്ലെങ്കിൽ പോലും അവരുടെ ലോകത്തെ മനസ്സിലാക്കാൻ സാഹിത്യത്തിന് നമ്മളെ പഠിപ്പിക്കാൻ കഴിയും. അത് തന്നെ. സാഹിത്യം ഒരു കണ്ണാടി മാത്രമല്ല, ഒരു ജനൽ കൂടിയാണ്. അത് നമ്മളെ മാത്രമല്ല മറ്റുള്ളവരെയും കാണിച്ചു തരണം. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്താണ് അഫൻറ്റേസിയ, അത് വായനയെ എങ്ങനെ മാറ്റുന്നു, എഴുത്തുകാർക്ക് എങ്ങനെ എല്ലാത്തരം വായനക്കാരെയും തങ്ങളുടെ കഥകളിലേക്ക് ക്ഷണിക്കാമെന്നെല്ലാം നമ്മൾ കണ്ടു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടാവാം. എനിക്ക് തോന്നുന്നു ഇതിലെ പ്രധാന ആശയം ഇതാണ്: ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ സ്വന്തം അനുഭവം അത് സാർവത്രികമല്ല എന്ന് മനസ്സിലാക്കുന്നത് നമ്മളെല്ലാവരെയും നല്ല മനുഷ്യരാക്കും. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ഭാവന കാണുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ ഇത് ചോദ്യം ചെയ്യുന്നു. മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം വൈവിധ്യപൂർണമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്. തീർച്ചയായും. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ സ്വന്തം മനക്കണ്ണിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരാളുടെ മുഖമോ നിങ്ങൾ ജനിച്ചു വളർന്ന വീടോ ഓർക്കുമ്പോൾ ആ ചിത്രം എത്രത്തോളം വ്യക്തമാണ്? ആ ഉത്തരം എല്ലാവർക്കും ഒരുപോലെ അല്ല എന്ന് തിരിച്ചറിയാനാണ് കിം സാരൻസിന്റെ ലേഖനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ഒരാളോട് ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ ഒരു നിമിഷം ഓർക്കുക. ഒരുപക്ഷെ അവർക്കതിന് കഴിയുന്നുണ്ടാവില്ല. എന്നാൽ അതിനർത്ഥം അവർക്ക് ഭാവനയില്ല എന്നല്ല. പകരം മറ്റെന്തെല്ലാം അത്ഭുതകരമായ വഴികളിലൂടെയായിരിക്കാം അവർ ഈ ലോകത്തെ അനുഭവിച്ചറിയുന്നത്. ആശയങ്ങളിലൂടെ, വികാരങ്ങളിലൂടെ, വാക്കുകളുടെ സംഗീതത്തിലൂടെ, ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ.